ഇത് നമ്മുടെ ക്രോപ്പ് ക്ലിനിക് ആപ്പിൻ്റെ അഡ്മിൻ സൈഡാണ്. നമ്മൾ ആദ്യം തന്നെ ലോഗിൻ ചെയ്യണം. നമ്മൾ തന്നിരിക്കുന്ന പാസ്വേഡും പിന്നെ നമ്മൾ തന്ന യൂസർ നെയിമും വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. ആ സമയം നമ്മൾ ഡാഷ്ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പേജിൽ കണ്ട ആ മൊബൈൽ ആപ്പിൽ കണ്ട ഫ്രണ്ട് പേജിൽ കണ്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ക്രോപ്പ് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്ന ക്രോപ്പ് ടൊമാറ്റോ ആണെങ്കിൽ തക്കാളി ആണെങ്കിൽ തക്കാളിൻ്റെ ഫോട്ടോയും തക്കാളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയുള്ള ഡിസ്ക്രിപ്ഷനും നമുക്കവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ടൊമാറ്റോ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ടൊമാറ്റോയ്ക്ക് വരുന്ന പെസ്റ്റുകൾ, ടൊമാറ്റോയ്ക്ക് വരുന്ന ഡിസീസസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിന് എന്തൊക്കെ ന്യൂട്രീഷൻസാണ് കൊടുക്കേണ്ടത്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് സബ് കാറ്റഗറൈസ് ചെയ്യാം. ആദ്യം നമുക്ക് അതിനൊക്കെ ഇമേജ് വേണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഓരോ സബ് കാറ്റഗറൈസിനും ഓരോ ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കാറ്റഗറൈസ് ചെയ്ത പെസ്റ്റ്, ഡിസീസസ്, പിന്നെ ന്യൂട്രീഷൻ കാറ്റഗറി, ഫിസിയോളജിക്കൽ ഡിസോർഡർ, അതർ ഇൻഫർമേഷൻസ്, ഇതിനെല്ലാം വീണ്ടും നമ്മൾ സബ് കാറ്റഗറൈസ് ആവും. ഇപ്പോൾ പെസ്റ്റ് ആണെങ്കിൽ പെസ്റ്റിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ആ പെസ്റ്റിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ഇമേജസും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പെസ്റ്റിൻ്റെ കേസ് മാത്രമല്ല, ഡിസീസിനാണെങ്കിലും ന്യൂട്രീഷൻസ് ആണെങ്കിലും അതർ ഇൻഫർമേഷൻസ് ആണെങ്കിലും എല്ലാത്തിനും ഇതുപോലെയാണ് ചെയ്യാറ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും സബ് കാറ്റഗറൈസ് ചെയ്യും, ഇമേജ് സെറ്റ് ചെയ്യും, അതിന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനും കൊടുക്കും. അപ്പം ഡയഗ്നോസിസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിനായിട്ടുള്ള ആപ്പിൽ നമുക്ക് ആസ്ക് എക്സ്പേർട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് ഫാമേഴ്സിന് എന്ത് ചെയ്യാൻ വെച്ചാൽ അവർക്കുള്ള പ്രശ്നം, അവരുടെ ഫാമിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് പിക്ചറൈസ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ടും അതിൽ വോയിസ് മെസ്സേജും അവർക്ക് മെസ്സേജ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവം കാണുന്നതാണ് ഈ ഡയഗ്നോസിസ് എന്ന പേജിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അവർ അയച്ചിരുന്ന സംഭവം നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിച്ചിട്ട് നമുക്ക് ആ സാധനം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരയച്ച വോയിസും അവരയച്ച ഇമേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് അവർക്കുള്ള റിപ്ലൈ നമ്മൾക്ക് അതിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് മെസ്സേജ് ആയിട്ട് വേണമെങ്കിൽ മെസ്സേജ് കൊടുക്കാം. നമുക്കതിന് സൊല്യൂഷനായി നമുക്ക് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇമേജ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അവർക്ക് ഒരു വോയിസ് മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വോയിസ് ആയിട്ടും കൊടുക്കാം. ഒരു ഡിസീസസ് റിപ്പീറ്റഡ്ലി അവിടെ കാണുവാണെങ്കിൽ നമ്മുടെ ആപ്പ് തന്നെ ഇനി നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ഫാമേഴ്സ് അവിടെ ഇമേജ് കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്യും ഇതാണ് അവിടെ ഡിസീസസും അതിനുള്ള സൊല്യൂഷനും കൊടുക്കും. നമ്മുടെ മെഷീൻ ലേണിംഗ് ആണ് നമ്മളവിടെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആർട്ടിക്കിൾ പറഞ്ഞ ഇന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റീസെൻ്റ്ലി വരുന്നുള്ള ആർട്ടിക്കിൾസ് ആ ക്രോപ്പ് റിലേറ്റഡ്, ഇപ്പോൾ ടൊമാറ്റോ ആണെങ്കിൽ ടൊമാറ്റോൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആർട്ടിക്കിൾസിന് ന്യൂസ് റീസെൻ്റ്ലി ഇപ്പോൾ പെസ്റ്റിസൈഡ്സ് ഇങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു നാശനഷ്ടം വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പുതിയ ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് അവിടെ പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫാമേഴ്സിന് ഈസി ആയിട്ട് അത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോപ്പ് ക്ലിനിക് ആപ്പിൻ്റെ അഡ്മിൻ സൈഡ്.